ഹലോ സ്റ്റുഡൻസ്, ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി കുട്ടികൾക്കായിട്ടുള്ള ലാംഗ്വേജ് സ്കിൽസ് എന്ന ടെക്സ്റ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ 4 മോഡ്യൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ദെൻ 3 സ്കില്ല് കൂടെ, അതായത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ മോഡ്യൂളാണ്, അതായത് 4ാമത്തെ സ്കിൽ റൈറ്റിംഗ്. ടോട്ടലായിട്ട് 4 സ്കിൽസാണ് മെയിനായിട്ട് ലാംഗ്വേജ് സ്കിൽസ് പറയുന്നത്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇനി നോക്കുന്നത് ലാസ്റ്റിൽ വരുന്ന സ്കില്ലാണ് റൈറ്റിംഗ് സ്കിൽ. സോ മോഡ്യൂൾ 5 റൈറ്റിംഗ് നോക്കാം. റൈറ്റിംഗ് ഈസ് എൻ ഇൻറ്റഗ്രൽ സ്കിൽ ഇൻ ദ ആക്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ക്യാൻ ബി പേഴ്സണൽ ഓർ ഒഫീഷ്യൽ. ഇറ്റ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ അത് പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിരിക്കാം. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഫോർമൽ ഓർ ഇൻഫോർമൽ. നമ്മൾ അതിന് ഉപയോഗിക്കാവുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് ഒന്നുകിൽ ഫോർമൽ സ്റ്റൈലായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇൻഫോർമൽ സ്റ്റൈലായിരിക്കും. നമ്മൾ സാധാരണ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഫോർമൽ സ്റ്റൈലാണ്. പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് ഇൻഫോർമൽ സ്റ്റൈലാണ്. ആസ് എൻ അക്യൂർഡ് ലാംഗ്വേജ്, English has been taught for a very long time with great emphasis placed on improving writing skills along with the reading skills. Still, there is room to improve since language is constantly evolving and therefore demands paradigm shifts in the manner in which we acquire language skills. ഒരു ലാംഗ്വേജ് എന്ന നിലയിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റീഡിംഗ് സ്കില്ലും റൈറ്റിംഗ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യാനാണ്. എന്നാലും ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് കോൺസ്റ്റൻ്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ലാംഗ്വേജ് സ്കിൽ അക്വയർ ചെയ്യുമ്പോഴേക്കും കൂടുതൽ മാറ്റങ്ങൾ അതിൽ വരുത്തിയിടേണ്ടി വരും. There are 4 main types of writing. They are expository, persuasive, narrative and descriptive. ഇനി പറയുന്നത് 4 ടൈപ്സ് ഓഫ് റൈറ്റിംഗ് ആണ്. നമ്മൾ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലിനെ കുറിച്ച് പറയുന്നു. ഇത് 4 ടൈപ്പ് റൈറ്റിംഗ് ആണ്. കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് 4 രീതിയിൽ നമുക്ക് റൈറ്റിംഗ് ആവശ്യമായിട്ട് വരും. ഒന്നെന്ന് പറയുന്നത് എക്സ്പോസിറ്ററി, ദെൻ പെർസ്യൂസീവ്, നറേറ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ്. ഓരോന്നായിട്ട് നോക്കാം. Expository writing is that in which the author tries to inform or explain the subject to the reader. It is intended to spread information and has a logical sequence. Example, technical writing, encyclopedias. എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ റീഡറിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് റീഡറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ടൈപ്പ് റൈറ്റിംഗ് ആണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ടു സ്പ്രെഡ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾസ് ആണ് പറയുന്നത് ടെക്നിക്കൽ റൈറ്റിംഗ്, എൻസൈക്ലോപീഡിയാസ്, അതുപോലെ തന്നെ എസ്സേസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്, മാഗസിൻ ആർട്ടിക്കിൾസ്, ടെക്സ്റ്റ് ബുക്സ്, ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. ഇതെല്ലാം തന്നെ എക്സ്പോസിറ്ററി റൈറ്റിംഗ്സിന് എക്സാമ്പിളാണ്. ഇതിനകത്ത് ഒന്നും തന്നെ ഓതറിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇതെല്ലാം പ്യുവർലി ഫാക്ട്സ് ആയിരിക്കും ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ റീഡേഴ്സിലോട്ട് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം എഴുതുന്ന റൈറ്റ്സപ്പാണ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തേത് പെർസ്യൂസീവ്. പെർസ്യൂസീവ് റൈറ്റിംഗ് സ്റ്റേറ്റ്സ് ദ ഒപ്പീനിയൻ ഓഫ് ദ റൈറ്റർ precisely and tries to influence the reader using justifications, arguments and reasons. Example, editorial pieces, critical analysis. രണ്ടാമത്തെ കാറ്റഗറി പെർസ്യൂസീവ് റൈറ്റിംഗ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിനകത്ത് റൈറ്റർ ട്രൈ ചെയ്യുന്നത് റീഡറിനെ പല ജസ്റ്റിഫിക്കേഷനും കൊടുത്ത്, പല ആർഗ്യുമെൻറ്റ്സും കൊടുത്ത് റൈറ്ററുടെ ഒപ്പീനിയനിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് എക്സാമ്പിളാണ് എഡിറ്റോറിയൽ പീസസും ക്രിട്ടിക്കൽ അനാലിസിസും. ഇതിനകത്ത് ഓതർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആയിരിക്കും പറയുന്നത്. മൂന്നാമത്തേതാണ് നറേറ്റീവ് റൈറ്റിംഗ്. Narrative writing has the author telling stories, often using first person narrative. It is mostly personal and imaginative. Example, stories, poems. മൂന്നാമത്തെ കാറ്റഗറിയാണ് നറേറ്റീവ് റൈറ്റിംഗ്. ഇതിനകത്ത് ഓതർ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്നത് പോലെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്.
ഇതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് റിയൽ ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും. കൂടുതലും അതിനകത്ത് വരുന്നത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇമാജിനേറ്റീവ് ആയിട്ടുള്ള എലമെൻസും ആയിരിക്കും. ഇതിന് വേറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. അതായത് പ്ലേസ് പറയാം, അതായത് ഡ്രാമാസ് നമുക്ക് ഇതിനകത്ത് പറയാം. അതുപോലെ തന്നെ നോവൽസ്, ഷോ സ്റ്റോറീസ്, നോവലാസ്, ഇതെല്ലാം തന്നെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഈ നറേഷൻ എന്ന് പറയുമ്പോഴേക്കും അതൊരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും കാര്യങ്ങൾ നറേറ്റ് ചെയ്യപ്പെടുന്നത്. നറേറ്റീവ്സിനകത്ത് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നിരിക്കും, ക്യാരക്ടേഴ്സ് കാണും. ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് റീഡറിലോട്ട് റൈറ്റർ തൻ്റെ അഭിപ്രായങ്ങൾ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഡയലോഗ്സും ഇൻക്ലൂഡ് ആയിരിക്കും. നാലാമത്തെ ടൈപ്പാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. Descriptive writing is a type of expository writing that uses our sensual experiences to elaborately define things. This method might employ detailed imageries as well. Example, diaries, journals. Descriptive writing എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്. എക്സ്പോസിറ്ററി റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഒരു ടൈപ്പ് എക്സ്പോസിറ്ററി റൈറ്റിംഗ് ആണ്. ഇതിനകത്ത് സെൻഷ്വൽ എക്സ്പീരിയൻസസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതായത് നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഇതിനകത്ത് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ, എ പ്ലേസ് ഓർ തിങ് ടു ഫോം എ പിക്ചർ ഇൻ ദ റീഡേഴ്സ് മൈൻഡ്. വായിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെക്കുറിച്ചോ വളരെ വ്യക്തമായൊരു പിക്ചർ പോലെ ഒരു ഇമേജ് റീഡറിൻ്റെ മൈൻഡിൽ കിട്ടുന്ന രീതിയിലൊരു റൈറ്റിംഗ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന സമയത്ത് റീഡർക്ക് ഒരു വായിക്കുന്ന കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടൈപ്പ് റീഡിംഗ് ആണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. ഈ ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. നെക്സ്റ്റ്, writing for special purposes. An interesting career choice for graduates is that of a journalist. It can be an excellent choice for students of all streams, including science and commerce. Writing newspaper reports is a skill that can be mastered through carefully reading reports and writing them for college magazines and other campus journals. A basic news report will follow the inverted pyramid pattern where the most important information is included in the first paragraph. Answers to the questions who, what, when, where, why and how should be given in the first paragraph. ജേർണലിസ്റ്റ് ആകുക എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ്സിന് ഒരു നല്ല കരിയർ ചോയ്സ് ആണ്. ഇത് ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും, സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ആർട്സ് ആയാലും ഏത് സ്ട്രീം പഠിച്ച കുട്ടികൾക്കും ഇത് സെലക്ട് ചെയ്യാവുന്ന ഒരു സ്ട്രീമാണ്. കൂടുതൽ റിപ്പോർട്ട്സ് വായിക്കുകയും അതുപോലെ തന്നെ ക്യാമ്പസ് ജേർണൽസിലും കോളേജ് മാഗസീൻസിലും റിപ്പോർട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികൾക്ക് സെലക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ലതുപോലെ മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ജേർണലിസ്റ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. സാധാരണ ന്യൂസ് റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ ഒരു ഇൻവേർട്ടഡ് പിരമിഡ് പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടുതൽ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യങ്ങളായിരിക്കും അതിനുശേഷം വരുന്ന പാരഗ്രാഫുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹൂ, ആരൊക്കെ അതിനകത്ത് ഇൻവോൾവ് ആയി, വാട്ട്, വെൻ, വെയർ, വൈ, ഹൗ, ആര്, എപ്പോൾ, എന്ത്, എങ്ങനെ, എവിടെ വെച്ച്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ആൻസർ ആയിരിക്കും ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. അതിൻ്റെ എലാബറേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും തുടർന്ന് വരുന്ന പാരഗ്രാഫുകളിൽ നമ്മൾ കൊടുക്കുന്നത്. അഡീഷണൽ ഇൻഫർമേഷൻ ക്യാൻ ബി ആഡഡ് ടു ദ പാരഗ്രാഫ്സ് ദാറ്റ് ഫോളോ. ദിസ് ഹെൽപ്സ് ദ എഡിറ്റർ when she tries to trim the report according to the requirements of the magazine or the newspaper. നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ടിന് ട്രിം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഷോർട്ട് കട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നമുക്ക് ആ ജോലി ഈസിയാക്കും. അതായത് ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് എല്ലാം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്കി റിമൈനിങ് പോർഷൻ നമുക്ക് വേണമെങ്കിൽ അത് ഒരുമിച്ച് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. Academic writing is also an important style of writing which has certain common characteristics. Academic writing എന്ന് പറയുന്നത് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ആണ്. അതിന് ചില ഫീച്ചേഴ്സ് ഉണ്ട്. കുറച്ച് ഫീച്ചേഴ്സ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, എ ഫോമൽ ടോൺ. ഒരു അക്കാഡമിക് റൈറ്റർ ആണെങ്കിൽ അതിനൊരു ഫോമൽ ടോൺ ഉണ്ടായിരിക്കുക. അതിനകത്ത്
ഇൻഫോർമൽ ആയിട്ടുള്ള ടോൺ വരാൻ പാടില്ല, ഇൻഫോർമൽ സ്റ്റൈലിൽ എഴുതാനായിട്ട് പാടില്ല. അതിനകത്ത് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഫോർമൽ ആയിരിക്കണം, അവിടെ ഉപയോഗിക്കുന്ന ടോൺ സ്റ്റൈൽ എല്ലാം തന്നെ ഫോർമൽ ആയിരിക്കണം. നെക്സ്റ്റ് അൺബയാസ്ഡ് എക്സ്പ്രഷൻസ്, അതായത് വളരെ ഇമ്പാർഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഫാക്റ്റ്, ഒരു പ്രജുഡിസും കൂടാതെയുള്ള അൺബയാസ്ഡ് കാര്യങ്ങളായിരിക്കണം അതിനകത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രൊവൈഡ്സ് എവിഡൻസ് ത്രൂ റിസർച്ച്, ഒരു അക്കാഡമിക് റൈറ്റിങ്ങിനകത്ത്, ഒരു റൈറ്റപ്പിനകത്ത് നമ്മൾ എല്ലാ സമയത്തും ഒരു നല്ലപോലെ റിസർച്ച് നടത്തിയതിന് ശേഷം തെളിവോടുകൂടി മാത്രമേ നമ്മൾ അതിനകത്ത് ഇൻഫർമേഷൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ക്ലാരിറ്റി വിത്ത് റിഗാർഡ്സ് ടു സ്ട്രക്ചർ, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന മാറ്റർ എല്ലാത്തിലും തന്നെ അതിൻ്റെ സ്ട്രക്ചർ വളരെ ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റിയോട് കൂടിയാണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് പ്രൊവൈഡ്സ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ഡിവോയ്ഡ് പ്ലേജിയാരിസം, കൊടുക്കുന്ന ഇൻഫർമേഷൻ, അക്കാഡമിക് റൈറ്റിങ്ങിനകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻ വളരെ ആക്യുറേറ്റ് ആയിരിക്കണം, പ്ലാജിയാരിസം ഉണ്ടാകാനായിട്ട് പാടില്ല. പ്ലാജിയാരിസം എന്ന് പറയുന്നത് താഴെ പറയുന്നുണ്ട്, വായിച്ച് നോക്കാം. പ്ലാജിയാരിസം ഈസ് അപ്രോപ്രിയേറ്റിംഗ് ആൻഡ് സ്റ്റീലിംഗ് ഇൻഫർമേഷൻ ദാറ്റ് ബിലോങ്സ് ടു അനദർ പേഴ്സൺ. It can be in the form of written text published by others, using it in one's own text without citing the original author. The following instances will be considered as plagiarism. Plagiarism എന്ന് പറയുന്നത് is appropriating and stealing information. വേറൊരാളുടെ ഇൻഫർമേഷൻ, വേറൊരാൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ അത് തൻ്റേതായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിന് സ്റ്റീൽ ചെയ്യുക എന്ന് പറയുന്നത്, അതിന് മോഷ്ടിക്കുക എന്ന് പറയുന്നത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ തൻ്റെ റൈറ്റപ്പിനകത്ത് കൊണ്ടുവരുന്നതിനെയാണ് പ്ലേജിയാരിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 രീതിയിലാണ് പ്ലേജിയാരിസം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നോട്ട് യൂസിങ് കൊട്ടേഷൻ മാർക്സ് വൈൽ കോട്ടിങ് അതേഴ്സ്, വേറൊരാളുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞൊരു കാര്യം അത് ഒരു കൊട്ടേഷൻ മാർക്ക് ഇട്ട് അത് കോട്ട് ചെയ്യാതെ നമ്മുടെ സ്വന്തം എന്ന രീതിയിൽ നമ്മൾ കൊട്ടേഷൻ മാർക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്ലേജിയാരിസം എന്നൊരു കാറ്റഗറിക്കകത്ത് വരും. രണ്ടാമത്തേത് ഗിവിങ് ഇൻകറക്റ്റ് സൈറ്റേഷൻ ഡീറ്റെയിൽസ്, കൃത്യമായിട്ടുള്ള സൈറ്റേഷൻ ഏത് ഓതറുടെ ഏത് ബുക്കിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണെന്നുള്ളത് കറക്റ്റ് സൈറ്റേഷൻ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും പ്ലേജിയാരിസത്തിനകത്ത് വരും. മൂന്നാമത്തേത് കോപ്പിയിങ് ഐഡിയാസ് ആൻഡ് വേർഡ്സ് വിത്തൗട്ട് അക്നോളജിങ് ദ ഓതർ, ഓതറിൻ്റെ സമ്മതമില്ലാതെ, ഓതറിൻ്റെ അറിവില്ലാതെ അദ്ദേഹത്തിൻ്റെ ഐഡിയാസും വേർഡ്സും നമ്മൾ കോപ്പി ചെയ്യുകയാണെങ്കിൽ അതും പ്ലേജിയാരിസമാണ്. ഈ 3 രീതിയിലാണ് പ്ലേജിയാരിസത്തെക്കുറിച്ച് പറയുന്നത്. സോ അക്കാഡമിക് റൈറ്റിങ്ങിനകത്ത് പ്ലേജിയാരിസം വരാനായിട്ട് പാടില്ല. ഇനി പറയുന്നത് ഇംപ്രൂവിങ് എഫക്റ്റീവ്നെസ് ഇൻ അക്കാഡമിക് റൈറ്റിംഗ്. അക്കാഡമിക് റൈറ്റിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം? നമ്പർ 1 യൂസ് ഓഫ് പ്രോപ്പർ പങ്ക്ച്വേഷൻ, കറക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് ആൻ അപ് ടു ഡേറ്റ് വൊക്കാബുലറി. അക്കാഡമിക് റൈറ്റിംഗ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് പങ്ക്ച്വേഷൻ മാർക്ക്, സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ വൊക്കാബുലറി ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൊക്കാബുലറി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്പർ 2 അവോയ്ഡ് സ്ലാങ്, അബ്രിവിയേഷൻസ് ആൻഡ് റെഡ്യൂസ് യൂസ് ഓഫ് ജാർഗൺ. സ്ലാങ് എന്ന് പറയുന്നത് ഇൻഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനകത്തോ ഗ്രൂപ്പുകൾക്കകത്തുള്ള ആൾക്കാർക്ക് മാത്രം അറിയാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കും. അതിന് പുറത്തുള്ളവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അങ്ങനെയുള്ള വേർഡ്സാണ് സ്ലാങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ലാങ് വേർഡ്സ് അവോയ്ഡ് ചെയ്യുക. അബ്രിവിയേഷൻസ്, ഷോർട്ട് ആൻഡ് ഫോം ഓഫ് വേർഡ്സ്, അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ യൂസ് ഓഫ് ജാർഗൺ, ജാർഗൺ എന്ന് പറയുന്നത് പ്രൊഫഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ പ്രൊഫഷനിലുള്ള ആൾക്ക് മാത്രം അത് മനസ്സിലാകും, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ വരുന്ന വേർഡ്സും അവോയ്ഡ് ചെയ്യുക. നമ്പർ 3 ഹാവ് എ സ്ട്രക്ചേർഡ് പ്രോസസ്, പ്ലാൻ, ഡ്രാഫ്റ്റ്, എഡിറ്റ് ആൻഡ് ഫോർമാറ്റ്. ഐഡൻറ്റിഫൈ എ ടോപ്പിക്, റിസർച്ച് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ, ഔട്ട്ലൈൻ ആൻഡ് പ്ലാൻ, സ്റ്റാർട്ട് വിത്ത് എ ഡ്രാഫ്റ്റ്, റിവ്യൂ, എഡിറ്റ് ആൻഡ് ഫോർമാറ്റ്. ഒരു അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യുമ്പോൾ അതിനൊരു പ്രോസസ്സ് ഉണ്ട്, ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് ഉണ്ട്. അത് ഈ രീതിയിലാണ്. ആദ്യം പ്ലാൻ, ദെൻ ഡ്രാഫ്റ്റ്, ദെൻ എഡിറ്റ് ആൻഡ് അറ്റ് ദ എൻഡ് കംസ് ഫോർമാറ്റ്. ഈ 4 സ്റ്റേജും ഈ ഒരു ഓർഡറിലാണ് അവർ അക്കാഡമിക് റൈറ്റിംഗ് ചെയ്യേണ്ടത്. അതായത് അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഐഡൻറ്റിഫൈ എ ടോപ്പിക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ റിസർച്ച് ആൻഡ് കളക്ട് ഇൻഫർമേഷൻ, അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഇൻഫർമേഷൻ മാക്സിമം റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്ത് കളക്ട് ചെയ്യുന്നു. ദെൻ ഔട്ട്ലൈൻ ആൻഡ് പ്ലാൻ, ആ ഒരു കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ച് നമ്മളൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുന്നു, ഒരു പ്ലാൻ ചെയ്യുന്നു. അതിനുശേഷം സ്റ്റാർട്ട് വിത്ത് ഡ്രാഫ്റ്റ്, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ തയ്യാറാക്കുന്നു. അതായത് ഒരു പ്രിലിമിനറി ഒരു റൈറ്റപ്പ്, അത് നമ്മളൊരു റൈറ്റപ്പ് തയ്യാറാക്കുന്നുണ്ട്. അതിനുശേഷം റിവ്യൂ എന്ന് പറയുന്നത് അതിനെ നമ്മളൊന്ന് ക്രിട്ടിക്കലിയൊന്ന് അസസ് ചെയ്യുന്നു.
എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് അസസ് ചെയ്യുന്നു. അതിനുശേഷം എഡിറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഒരു അക്കാഡമിക് റൈറ്റിങ്ങിനകത്ത് വരേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്പർ 4, ബി അവെയർ ഓഫ് ദ ടാർഗറ്റ് റീഡർ. ഏത് റീഡറിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ നമ്മൾ ഓർത്തിരിക്കുക. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു എഡ്യൂക്കേഷണൽ ലെവൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. നമ്പർ 5, ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് റൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഹെൽപ്പ് ഇൻ ദ പ്രോസസ്സ്. നമ്മൾ എഡിറ്റിങ്ങിന് അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്തെല്ലാം അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊന്ന് ഫെമിലിയറൈസ് ആയിരിക്കാം. ഫോർ റൈറ്റിംഗ് there are several tools available online. Google Docs is one popular word processor. There are also proofreading services offered by websites like Grammarly and Hemingway Editor. റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. അതിൽ ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോസസ്സർ ടൂളാണ്. അതുപോലെ തന്നെ ഗ്രാമർലി, ഹെമിംഗ്വേ എഡിറ്റർ എന്ന് പറയുന്ന വെബ്സൈറ്റ്സും അവർ പല ടൂൾസും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിങ്ങും അതുപോലെ റൈറ്റിങ്ങും അക്കാഡമിക് റൈറ്റിംഗ് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റിങ്ങിനെ കുറിച്ച്, റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നത്. ഇതിന് ശേഷം വരുന്നത് റൈറ്റിംഗ് സ്കിൽ നല്ലതുപോലെ ആവശ്യമുള്ള ചില ഏരിയാസ് ആണ്. അതിൽ ഒന്നാമത്തേതാണ് റൈറ്റിംഗ് ലെറ്റേഴ്സ്. റൈറ്റിംഗ് ലെറ്റേഴ്സ് ആർ എ പാർട്ട് ഓഫ് അവർ സോഷ്യൽ ലൈഫ്. One has to learn the basics of letter writing even in this world of internet and email. Writing emails require some basic understanding of etiquette in order to sound polite. Let us learn two basic forms of letter, the personal and the official. We will adopt the blog format which will simplify things for us. നമുക്കറിയാം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് വേൾഡ് ഓഫ് ഇൻ്റർനെറ്റും ഇമെയിലുമാണ്. എങ്കിൽ പോലും ലെറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് തീരെയും കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലെറ്റേഴ്സ് എഴുതുമ്പോഴേക്കും വളരെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 2 ടൈപ്പിലാണുള്ളത്. പേഴ്സണൽ ലെറ്റേഴ്സും ഉണ്ട്, അതുപോലെ ഒഫീഷ്യൽ ലെറ്ററും ഉണ്ട്. ഇനി ഇത് പല ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബ്ലോഗ് ഫോർമാറ്റ്, സെമി ബ്ലോഗ് ഫോർമാറ്റ്, ഇങ്ങനെ പല ഫോർമാറ്റ് ഉണ്ട്. അതിൽ നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നത് ബ്ലോഗ് ഫോർമാറ്റാണ്. അതിനകത്ത് തന്നെ 2 കോളത്തിലായിട്ട് ഫോർമൽ ലെറ്റർ എങ്ങനെയാണ്, ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുന്നുണ്ട്. അതിൻ്റെ ലെറ്ററിൻ്റെ എക്സാമ്പിൾ എഴുതിയിട്ടില്ല. അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് പറയേണ്ട പാർട്സ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ ബ്ലോഗ് ഫോർമാറ്റിൽ 2 ടൈപ്പ് ലെറ്ററും എങ്ങനെയാണ് എഴുതേണ്ടതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഫോർമൽ ലെറ്റർ നോക്കാം. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഉപയോഗിക്കുന്നത് സെൻഡേഴ്സ് അഡ്രസ്സ്. അതായത് ആരാണോ ലെറ്റർ അയക്കുന്ന ആൾ, കത്തെഴുതുന്ന ആൾ, അയാളുടെ അഡ്രസ്സാണ് സെൻഡർ. അയാളുടെ അഡ്രസ്സാണ് ആദ്യം വയ്ക്കേണ്ടത്, സെൻഡേഴ്സ് അഡ്രസ്സ്. ഇതൊരു ഫോർമലാണ്, നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ആ ഒരു ഫോർമൽ സ്റ്റൈലിൽ എഴുതുമ്പോൾ കീപ്പ് ചെയ്യുക. അതിനുശേഷം വയ്ക്കുന്നത് അഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡേറ്റ് ആണ്. ആ ഡേറ്റ് വയ്ക്കുന്നു. അതിനുശേഷം റിസീവേഴ്സ് നെയിം ആൻഡ് അഡ്രസ്സ്. ആർക്കാണോ ഇത് അഡ്രസ്സ് ചെയ്ത് ലെറ്റർ പോകുന്നത് ആ റിസീവറുടെ പേരും അഡ്രസ്സും വയ്ക്കുന്നു. അതിനുശേഷം സല്യൂട്ടേഷൻ വയ്ക്കുമ്പോൾ ഇതൊരു ഫോർമൽ ലെറ്ററാണ്. അതുകൊണ്ട് തന്നെ സർ, ഡിയർ സർ, അല്ലെങ്കിൽ ഡിയർ മിസ്റ്റർ, പേര് ഡാഷ്, ആർക്കാണ് എഴുതുന്നത് അയാളുടെ പേരറിയാമെങ്കിൽ പേര്, ഇങ്ങനെ ഏതെങ്കിലുമാണ് അതിനകത്ത് സല്യൂട്ടേഷനിൽ വയ്ക്കാനുള്ളത്. അതിനുശേഷം സബ്ജക്റ്റ് നമ്മളൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ജോലിക്ക് അയക്കുകയാണ്, ഒരു അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ട് അതിൻ്റെ ഒരു ബേസിൽ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സബ്ജക്റ്റ് എഴുതുമ്പോൾ ആ ഒരു റെഫറൻസ് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇന്ന ന്യൂസ് പേപ്പറിൽ വന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന രീതിക്ക് നമുക്കവിടെ റെഫറൻസ് വയ്ക്കാവുന്നതാണ് ആ സബ്ജക്റ്റ് കോളത്തിൽ. അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്റർ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് മെൻഷൻ റെഫറൻസ് ലെറ്റർ ഇഫ് എനി. മേക്ക് ഇറ്റ് ആസ് ബ്രീഫ് ആസ് പോസിബിൾ. ബോഡി എന്ന് പറയുന്നത് വളരെ ഫോർമൽ സ്റ്റൈൽ മാത്രം കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം നിങ്ങളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, നിങ്ങൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് പറയുക. അതുപോലെ തന്നെ റെഫറൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. വളരെ ബ്രീഫായിട്ട് ബോഡി ഓഫ് ദ ലെറ്റർ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം വരുന്നത് കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. അത് ക്യാൻ ബി ഫെയ്ത്ത്ഫുള്ളി എന്നാകാം, അല്ലെങ്കിൽ സിൻസിയർലി എന്നാകാം, ട്രൂലി എന്നാകാം. ഒരു ഫോർമൽ ലെറ്ററിനകത്ത് ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡറുടെ നെയിമും അഡ്രസ്സും വയ്ക്കാവുന്നതാണ്. ഇത്രയും നമ്മൾ
ഒരു ഫോം ലെറ്റർ എഴുതുമ്പോഴേക്ക് ശ്രദ്ധിക്കുക. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വായിച്ച ഇത്രയും കാര്യങ്ങൾ ആ ഒരു പേജിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡ് ചേർത്താണ് എഴുതിയിരിക്കുന്നത്. അതായത് ബ്ലോക്ക് ഫോമാറ്റിൽ അങ്ങനെയാണ് എഴുതുന്നത്. സെൻറ്ററിൻ്റെ അഡ്രസ്സ് മുതൽ ഏറ്റവും താഴെ വരുന്ന നെയിം ആൻഡ് അഡ്രസ്സ് ഓഫ് ദ സെൻറ്റർ വരെയുള്ള കാര്യങ്ങൾ പേജിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർത്താണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഫോർമൽ ലെറ്റർ നോക്കാം. അപ്പോൾ വളരെ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇൻഫോർമൽ ലെറ്റർ ആകുമ്പോഴേക്കും നമുക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കും, നമ്മുടെ ഫാമിലി ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ മാറ്റങ്ങൾ വരുത്താം. പിന്നെ എഴുതുന്ന സ്റ്റൈൽ അത് ഫോമൽ ആണെന്നില്ല, വളരെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് എഴുതിയാൽ മതിയാകും. നോക്കാം. ആദ്യം വരുന്നത് സെൻഡേഴ്സ് അഡ്രസ്സ്. ആരാണ് കത്ത് എഴുതുന്നത് അയാളുടെ അഡ്രസ്സ്. പിന്നെ അതിന് താഴെയായിട്ട് ഡേറ്റ് എഴുതുന്നു. റിസീവറുടെ നെയിമും അഡ്രസ്സും വയ്ക്കുന്നില്ല, കാര്യം നമുക്ക് അറിയുന്ന ആളാണ്, പരിചയമുള്ള ആളാണ്, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ദെൻ സല്യൂട്ടേഷൻ. ഇവിടെ നമുക്ക് ഡിയർ ചേർത്ത് സല്യൂട്ടേഷൻ കൊടുക്കാം. അതിനുശേഷം സബ്ജക്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ബോഡി ഓഫ് ദ ലെറ്റർ യൂസ് ആൻ ഇൻഫോർമൽ സ്റ്റൈൽ. വളരെ ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് ബോഡി ഓഫ് ദ ലെറ്റർ എഴുതാം. അവിടെ ലിമിറ്റൊന്നും പറയുന്നില്ല, ബ്രീഫാകാനൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കാം. അതെന്ന് പറയുന്നത് ട്രൂലി എഴുതാം, അതുപോലെ ലവിങ്ങിൽ എഴുതാം. അതിനുശേഷം പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ സെൻഡർ. ഫോമുല കത്തിൽ വന്നതുപോലെ തന്നെ നെയിമും അഡ്രസ്സും, സെൻഡറിൻ്റെ നെയിമും അഡ്രസ്സും കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇഫ് നെസസറി ആഡ് റിസീവേഴ്സ് അഡ്രസ് ഇൻ എ ബോക്സ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റിസീവറുടെ അഡ്രസ്സ് ഒരു ബോക്സിനകത്ത് മാർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അവിടെ നമുക്ക് നോക്കിയറിയാം ബ്ലോക്ക് ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ലെഫ്റ്റ് സൈഡ് മാർജിനോട് ചേർത്താണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലെറ്റർ റൈറ്റിങ്ങിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ എക്സാമ്പിൾസ് ഒന്നും കാണിക്കുന്നില്ല. വേറെ സോഴ്സ് സെർച്ച് ചെയ്യുക. എക്സാമ്പിൾസ് കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാം എഴുതാൻ പോകാനായിട്ട്. നെക്സ്റ്റ് റൈറ്റിംഗ് ഇമെയിൽസ്. Emails are easy to write and the block format is ideal here as well. Let's familiarize ourselves with the format. ഇമെയിൽസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതും ഇവിടെ ബ്ലോക്ക് ഫോമാറ്റിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെയും 2 കോളങ്ങളിലായിട്ട് ഫോമൽ, ഇൻഫോമൽ. ഒരു ഇമെയിൽ ഫോമൽ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം റിസീവേഴ്സ് മെയിൽ ഐ ഡി. ആർക്കാണോ നമ്മൾ മെയിൽ ഐ ഡി അയക്കുന്നത്, അയാളുടെ മെയിൽ അയക്കുന്നത് ആർക്കാണോ അയാളുടെ ഐ ഡി കൊടുക്കുക, റിസീവറുടെ മെയിൽ ഐ ഡി കൊടുക്കുക. ദെൻ സബ്ജക്റ്റ് കോളത്തിനകത്ത് സബ്ജക്റ്റ് വയ്ക്കുക. മേക്ക് എ ഷോർട്ട് എംഫസിസ് ഓൺ ദ കണ്ടന്റ്. വളരെ ഷോർട്ടായിട്ട് സബ്ജക്റ്റ് കൊടുക്കുക. എന്താണ് ശരിക്കും കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. അതൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആയിരിക്കും, എന്താണെങ്കിലും ആ ഒരു കണ്ടന്റ് എന്താണോ അതിനെ റിലേറ്റ് ചെയ്തൊരു ചെറിയൊരു സബ്ജക്റ്റ് കൊടുക്കുക. അതിനുശേഷം വയ്ക്കുന്നത് കണ്ടന്റ് പേജിനകത്ത് വരുന്നത് സെൻഡേഴ്സ് അഡ്രസ്സ്. ഈ മെയിൽ അയക്കുന്ന ആളിൻ്റെ അഡ്രസ്സ് വയ്ക്കുക. ദെൻ സല്യൂട്ടേഷൻ. അതും ഫോമൽ ആയതുകൊണ്ട് തന്നെ സർ എന്നോ ഡിയർ സർ അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ എന്താണോ അത് കൊടുക്കുക, സല്യൂട്ടേഷൻ കൊടുക്കുക. അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്റർ. മെയിൻറ്റെയിൻ ദ ഫോമൽ സ്റ്റൈൽ. ഫോമൽ സ്റ്റൈൽ കീപ്പ് ചെയ്യുക. അതിൻ്റെ ബോഡി ഓഫ് ദ ലെറ്റർ എഴുതുക. അതിനുശേഷം കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കുക. ഇവിടെ നമുക്ക് താങ്ക്സ് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ലെറ്ററിൽ കൊടുക്കുന്ന പോലെ ഏതെങ്കിലും ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് കൊടുക്കാം. ഏറ്റവും താഴെയായിട്ട്, ഏറ്റവും അവസാനമായിട്ട് നെയിം ഓഫ് ദ സെൻഡർ. മെയിൽ അയക്കുന്ന ആളിൻ്റെ പേര് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഫോമലി ചെയ്യുന്നത്. ഇത് നമുക്ക് നോക്കിയാലറിയാം ബ്ലോക്ക് ഫോമാറ്റ് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടാണ് എല്ലാം എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഇൻഫോമൽ നോക്കുകയാണെങ്കിൽ അവിടെയും വളരെ കുറച്ച് മാറ്റങ്ങളെ വരുന്നുള്ളൂ. കൂടുതലും ഫോമൽ പോലെ തന്നെയാണ്. റിസീവറുടെ മെയിൽ ഐ ഡി വരുന്നുണ്ട്, ദെൻ സബ്ജക്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം സെൻഡറുടെ അഡ്രസ്സ് പറയുന്നില്ല, സല്യൂട്ടേഷൻ ഉണ്ട്, ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ അത് കൊടുക്കുന്നുണ്ട്. അത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സ്റ്റൈൽ എഴുതിയാൽ മതിയാകും. അതിനുശേഷം കോംപ്ലിമെൻ്ററി ക്ലോസും നെയിം ഓഫ് ദ സെൻറ്ററും കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇൻഫോർമൽ ഇമെയിലിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റിംഗ് റിപ്പോർട്ട്സ്. Writing reports is a part of one's career these days. You may be a scientist, a teacher, an office assistant, or an entrepreneur. All of us must acquaint ourselves with this style of writing. We can take a look at a general format that can be used in various situations. All reports will have the following segments. റിപ്പോർട്ട് എഴുതുക എന്ന് പറയുന്നത് ഇന്ന് ഒരു കരിയറിൻ്റെ ഭാഗമാണ്. അതൊരു സയൻറ്റിസ്റ്റ് ആയാലും ഒരു ടീച്ചറായാലും ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇന്ന് റിപ്പോർട്ട് എന്ന് പറയുന്നത് അയാളുടെ കരിയറിൻ്റെ ഒരു ഭാഗമായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ റിപ്പോർട്ട് എഴുതേണ്ട സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക.
അപ്പോൾ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഏതൊരു റിപ്പോർട്ടിനും ചേരുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ താഴെ പറയുന്നുണ്ട്. അപ്പം എല്ലാ റിപ്പോർട്ടിനും ഈ പറയുന്ന സെഗ്മെൻറ്റ്സ് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. അതിൽ ഒന്നാമത്തേത് ഗോൾസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ പേർപ്പസ്. ഏതൊരു റിപ്പോർട്ടിനും ഒരു ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഒരു പേർപ്പസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ മെൻഷൻ ചെയ്യുക. ദെൻ രണ്ടാമത്തേത് ഓഡിയൻസ് ഓർ എക്സ്പെക്റ്റഡ് ബെനിഫിഷ്യറീസ്. ഏതെങ്കിലും ഒരു ഓഡിയൻസിനെ അല്ലെങ്കിൽ നമ്മൾ ഇത് റിസീവ് ചെയ്യാനായിട്ട് ഒരു ബെനിഫിഷ്യറി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമ്മൾ സെറ്റ് ചെയ്യുക. നമ്പർ 3 മെത്തഡോളജി. മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ച് ആ റിസർച്ച് കണ്ടക്ട് ചെയ്തു. അതൊന്നുമില്ല സർവേ ആകാം, ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഇൻ്റർവ്യൂ ആയിരിക്കാം. അപ്പോൾ ഏത് മെത്തഡോളജി നമ്മൾ അവിടെ അഡോപ്റ്റ് ചെയ്തുള്ളത് മെൻഷൻ ചെയ്യുക. നമ്പർ 4 എ ബ്രീഫ് സമ്മറി. നമ്മൾ ചെയ്ത റിസർച്ചിൻ്റെ ഒരു സമ്മറി കൊടുക്കുക. ദെൻ നമ്പർ 5 എക്സ്പെക്റ്റഡ് ഔട്ട്കം. നമ്മൾ എന്ത് അച്ചീവ് ചെയ്തു ആ റിസർച്ചിന് ശേഷം നമ്മൾ അച്ചീവ് ചെയ്ത കാര്യം നമുക്ക് ഔട്ട്കമായിട്ട് കൊടുക്കാം. ദെൻ നമ്പർ 6 ചലഞ്ചസ് ഓർ ത്രെഡ്സ്. നമ്മൾ ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്ത സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത ത്രെഡ്സ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏതൊരു റിപ്പോർട്ടിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചേർത്ത് നമുക്ക് റിപ്പോർട്ട് എഴുതാനായിട്ടൊന്നും ചോദിക്കുകയില്ല. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത് ഒന്നുകിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മാഗസിൻ റിപ്പോർട്ടായിരിക്കും. അപ്പോൾ അത് ഇതിനുള്ള വലിയ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമുള്ള റിസർച്ചൊന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല. എങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്കത് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ഹെഡിങ് കൊടുക്കുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഏതൊരു ഈവൻറ്റിനെ കുറിച്ചാണോ പറയുന്നത് അത് നടന്ന പ്ലേസ് കൊടുക്കാം. ഓക്കെ, നമ്മളൊരു പ്ലേസ് എഴുതുന്നു, ഒരു കോളൻ എഴുതുന്നു. അതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇൻസിഡൻറ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എഴുതുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത് ആ ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുന്ന എല്ലാ കാര്യങ്ങളും ആര്, എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ആദ്യത്തെ പാരഗ്രാഫിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. അതിനുശേഷം വരുന്ന പാരഗ്രാഫുകളിൽ അതിനെ എലാബറേറ്റ് ചെയ്യുക. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വിശദീകരിച്ച് എഴുതുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ഒരു മാഗസിൻ റിപ്പോർട്ടാണെങ്കിലും നിർബന്ധമായിട്ടൊരു ഹെഡിങ് കൊടുക്കുക, ഒരു ടൈറ്റിൽ അതിന് നിർബന്ധമായിട്ട് വേണം. അതിനുശേഷം ഏതൊരു ഈവൻറ്റിനെ കുറിച്ചാണോ നമ്മൾ റിപ്പോർട്ട് എഴുതുന്നത് ആ ഒരു ഈവൻറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതുക. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ടോ ആർട്സ് ക്ലബിൻ്റെ ഭാഗമായിട്ടോ ഒരു ഫംഗ്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനോഗ്രേഷൻ മുതൽ അല്ലെങ്കിൽ പ്ലാനിങ് മുതൽ നമുക്ക് എഴുതാം. അത് ആരൊക്കെ വന്നു, ആര് ഇനാഗുറേറ്റ് ചെയ്തു, ആരൊക്കെ ഫെലിസിറ്റേഷൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും നമുക്ക് ചേർത്ത് റിപ്പോർട്ടാക്കി തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അതിനകത്ത് റിപ്പോർട്ട് എഴുതിയതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ഇത് റിപ്പോർട്ട് എഴുതുന്ന ആളുടെ ഡെസിഗ്നേഷനോ പേരോ അവിടെ വയ്ക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് മാഗസിൻ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമുക്ക് എക്സാമിന് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഓക്കെ, നെക്സ്റ്റ് റൈറ്റിംഗ് മിനിറ്റ്സ്. Writing meeting minutes is an important part of your job. If you are working in an office, minutes are to be written in an objective manner. Personal observations are not encouraged. Limited use of adverbs and adjectives are recommended. Maintain the same tense throughout the minutes. Here is the format for minutes. നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് മിനിറ്റ്സ് എഴുതേണ്ടി വരും. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് മിനിറ്റ്സ് എഴുതേണ്ടി വരും. മിനിറ്റ്സ് എഴുതുമ്പോഴേക്കും എല്ലാ സമയത്തും ഒബ്ജക്റ്റീവ് മാനറിൽ മാത്രം എഴുതുക. അതിനകത്ത് നമ്മുടെ പേഴ്സണൽ ഒബ്സർവേഷൻസ് ഒന്നും എൻകറേജ് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല എഴുതുമ്പോൾ നമ്മൾ ആഡ്വേർബ്സും അഡ്ജക്റ്റീവ്സും വളരെ കുറച്ച് മാത്രം എഴുതുക. വളരെ ലിമിറ്റഡ് യൂസ് മാത്രം മതിയാകും. ഒരുപാട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് എഴുതേണ്ട കാര്യമില്ല. മിനിറ്റ്സ് എഴുതുമ്പോൾ വളരെ ഡയറക്റ്റായിട്ട് എഴുതുക. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ദ സെയിം ടെൻസ് ത്രൂ ഔട്ട് ദ മിനിറ്റ്സ്. ആദ്യം മുതൽ അവസാനം വരെയും സെയിം ടെൻസ്, ഏത് ടെൻസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഫോർമാറ്റ് താഴെ പറയുന്നതാണ്. ഒന്നാമത്തേത് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് മീറ്റിംഗ്. മിനിറ്റ്സ് എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് മീറ്റിംഗ്. ഒരു മീറ്റിംഗ് നടന്നതിന് ശേഷമായിരിക്കും മിനിറ്റ്സ് എഴുതുന്നത്. അപ്പോൾ ആ മീറ്റിംഗ് നടന്ന ഡേറ്റും ടൈമും എഴുതുക. നമ്പർ 2 names of the meeting participants and also those who have been absent. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് എഴുതുക. അതുപോലെ ആബ്സെൻ്റ് ആയിരുന്നവരുടെ പേരും അതിനകത്ത് എഴുതുക. നമ്പർ 3
അക്സെപ്റ്റൻസ് ഓർ അമെൻമെൻറ്റ്സ് ടു പ്രീവിയസ് മീറ്റിംഗ് മിനിറ്റ്സ്. പഴയ മീറ്റിംഗ് മിനിറ്റ്സ് കാണും, അത് ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതെന്തെങ്കിലും ചേഞ്ചസ് വരുത്തും. അതെന്താണ് ചെയ്തതെന്നുള്ളത് അതും മാർക്ക് ചെയ്യുക. നമ്പർ 4, ഡിസിഷൻസ് മെയ്ഡ് ഓർ ആക്ഷൻസ് ടേക്കൺ. എന്തൊക്കെ ഡിസിഷൻസ് ആണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് വിചാരിക്കുന്നു, അതൊക്കെ അതിനകത്ത് മാർക്ക് ചെയ്യുക. നമ്പർ 5, ഐറ്റംസ് ടു ബി ഹെൽഡ് ഓവർ. നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ്, ന്യൂ ബിസിനസ്. പുതിയ എന്തെങ്കിലും സംരംഭങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക. നമ്പർ 7, നെക്സ്റ്റ് മീറ്റിംഗ് ടൈം ആൻഡ് പ്ലേസ്. അടുത്ത മീറ്റിങ്ങിൻ്റെ ടൈമും പ്ലേസും ഏറ്റവും അവസാനമായിട്ട് മാർക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് മിനിറ്റ്സ് എഴുതുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ടത്. ഇനി റൈറ്റിംഗ് സ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട വേറൊരു റൈറ്റിംഗ് മേഖലയാണ് റൈറ്റിംഗ് മെമ്മോസ്. എ മെമ്മോ ഈസ് നോട്ട് ആസ് ഫോർമൽ ആസ് എ റിട്ടൺ ബിസിനസ് ലെറ്റർ. It should be concise and bullet points can be used if necessary. Clearly indicate the reason for writing this memo and for whom it is intended. മെമ്മോ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലെറ്റർ പോലെ അത്രത്തോളം ഫോർമൽ അല്ല. ഇത് എഴുതുമ്പോൾ വളരെ കൺസൈസ് ആയിരിക്കണം, വളരെ ഷോർട്ടാക്കി എഴുതുക. ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ. അതുമല്ല, ഒരു മെമ്മോ നമ്മൾ എഴുതുമ്പോൾ എന്തുകൊണ്ട് ആ മെമ്മോയുടെ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് മെമ്മോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്യണം. സ്ട്രക്ചർ ഓഫ് ദ മെമ്മോ ക്യാൻ ബി ആസ് ഫോളോസ്. ഒരു മെമ്മോയുടെ സ്ട്രക്ചർ നമുക്ക് താഴെ പറഞ്ഞ രീതിയിലാണ്. ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുക, മെമ്മോ എന്നൊരു ഹെഡിങ് ഉണ്ടായിരിക്കും. അതിൻ്റെ താഴെയായിട്ട് ഫ്രം, അതായത് ആരാണോ ആ മെമ്മോ കൊടുക്കുന്നത് ഫ്രം അഡ്രസ്സ് കൊടുക്കുക. ദെൻ ടു അഡ്രസ്സ് കൊടുക്കുക. ദെൻ റെഫറൻസ് അല്ലെങ്കിൽ റിഗാർഡിംഗ് ടു, അതായത് സബ്ജക്റ്റ് ഓഫ് ദ മെമ്മോ, എന്തുകൊണ്ട് ആ മെമ്മോ എന്നുള്ളതിനെക്കുറിച്ചൊരു സബ്ജക്റ്റ് കൊടുക്കുക. അതിനുശേഷം കണ്ടൻറ് ഓഫ് ദ മെമ്മോ, വളരെ ബ്രീഫായിട്ട് പ്രിസൈസായിട്ട് ആ മെമ്മോയുടെ കണ്ടൻറ് എഴുതുക. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ ചെറുതാണ്, സ്ട്രക്ചർ വളരെ കുറച്ചേ ഉള്ളൂ. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് മെമ്മോ. ഒരു എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട്, നോക്കാം. സെൻട്രലായിട്ട് മെമ്മോ എന്നൊരു ഹെഡിങ് കൊടുക്കുന്നു. ദെൻ ഫ്രം, ടു, ഡേറ്റ് വയ്ക്കാം. അതിനുശേഷം സബ്ജക്റ്റ് കൊടുക്കുക, റെഫറൻസ് വയ്ക്കാം. അതിന് താഴെയായിട്ട് കണ്ടൻറ്. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടൻറ് ഇങ്ങനെയാണ്: വി വിൽ ലൈക്ക് ടു ഇൻഫോം യു ഓഫ് ദ ന്യൂ ടൈമിങ്സ് ഫോർ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. വി വിൽ begin functioning at 9 AM and will close for the day at 4 PM with effect from January 1st, 2016. Best regards, മാനേജ്മെൻറ്റ്. ഓക്കെ, ആ ടൈമിംഗ് എന്നൊരു ചേഞ്ചിനെ കുറിച്ചുള്ളൊരു മെമ്മോയാണ്. മാനേജ്മെൻറ്റ് അത് എഴുതിയതാണ്. ഓക്കെ, ഇതാണൊരു മെമ്മോയുടെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, വളരെ ഷോർട്ടായിട്ട് വരുന്നൊരു ബിസിനസ് ലെറ്ററാണ്, പക്ഷെ അത്രത്തോളം വലുതല്ല, അത്രത്തോളം ഫോർമലും അല്ല. ദെൻ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്. As a job aspirant, one has to learn the art of introducing oneself to prospective employers in the best way possible. It can be done by summing up briefly your skills, achievements, and your biographical details that will highlight your employability. It can be done by writing a resume, a curriculum vitae, or a biodata. ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ എവിടെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത് അവിടെ എംപ്ലോയിയുടെ മുന്നിലായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് സ്പോക്കണായിട്ടും ആവശ്യം വരും, ഇൻ്റർവ്യൂ സമയത്ത്, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടും ആവശ്യം വരും. ഇത് നമ്മൾ ചെയ്യുന്നത് റിട്ടേൺ ആയിട്ടാണെങ്കിൽ നമ്മളിത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു റെസ്യൂമയുടെ ഫോമാറ്റിലായിരിക്കും. നമ്മൾ ഒന്നുകിൽ ഒരു റെസ്യൂമ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു കരിക്കുലം വിറ്റൈ ഉപയോഗിക്കും, അതല്ലെങ്കിൽ ഒരു ബയോഡാറ്റ. ഇത് മൂന്നും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ വളരെ ചെറിയ ഡിഫറൻസ് അതിനകത്തുണ്ട്. നോക്കാം. റെസ്യൂമെ ഈസ് എ കൺസൈസ് സമ്മറി ഓഫ് എ പേഴ്സൺസ് എഡ്യൂക്കേഷൻ, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസസ്. ഇറ്റ് ഈസ് ഓഫൺ ജോബ് സ്പെസിഫിക് ആൻഡ് ഈസ് ഐഡിയൽ ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ്. റെസ്യൂമെ എന്ന് പറയുന്നത് വളരെ കൺസൈസ് ആയ ഒരു സമ്മറിയാണ്. ഒരു വ്യക്തിയുടെ എഡ്യൂക്കേഷൻ, അയാളുടെ സ്കിൽസ്, അയാളുടെ എക്സ്പീരിയൻസ്, ഇതിനെല്ലാം കുറിച്ചുള്ളൊരു സമ്മറിയാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷനൊന്നും കൊടുക്കുന്നില്ല, വളരെ കൺസൈസ് ആയിട്ടൊരു സമ്മറി കൊടുക്കുന്നതിനാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. മാത്രമല്ല അത് ഒരു ജോബ് സ്പെസിഫിക് ആയിരിക്കും. അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ കാൻഡിഡേറ്റ് നേരത്തെ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കും, പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിനെയാണ് റെസ്യൂമെ എന്ന് പറയുന്നത്. ദെൻ CV or curriculum vitae is a detailed statement which states academic and professional achievements.
ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ഫ്രഷേഴ്സ് ആസ് വെൽ ആസ് ഫോർ കാൻഡിഡേറ്റ്സ് അപ്ലൈങ് ഫോർ അക്കാഡമിക് പൊസിഷൻസ്. CV അല്ലെങ്കിൽ കരിക്കുലം വിറ്റൈ. CV എന്താണെന്നുള്ളത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. CV അല്ലെങ്കിൽ കരിക്കുലം വിറ്റൈ എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു വ്യക്തിയുടെ അക്കാഡമിക് ആയിട്ടുള്ളതും പ്രൊഫഷണൽ ആയിട്ടുള്ളതും അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കരിക്കുലം വിറ്റൈ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫ്രഷേഴ്സിനാണ്. കാരണം അവർക്ക് പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റെസ്യൂമേ അവർക്ക് ചേരുന്നില്ല. അവർക്ക് നല്ലത് ഒരു കരിക്കുലം വിറ്റൈ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. കാരണം അവർക്ക് അതിനകത്ത് അവരുടെ അക്കാഡമിക് ക്വാളിറ്റീസിനെ കുറിച്ച് കൂടുതൽ അതിനകത്ത് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത് ബയോഡേറ്റ ഓർ ബയോഗ്രഫിക്കൽ ഡേറ്റ ഫോക്കസസ് ഓൺ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ്. ബയോഡേറ്റ ഫോക്കസ് ചെയ്യുന്നത് ഒരാളുടെ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് ആണ്. അതിനകത്ത് വരുന്നത് ഒരാളുടെ ഫുൾ നെയിം, അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എല്ലാ ബയോഡേറ്റയ്ക്കകത്തും വയ്ക്കുന്നതാണ്. എന്നാലും ബയോഗ്രഫിക്കൽ ഡേറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ശ്രദ്ധിക്കുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ്സ്, അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ ഇൻട്രസ്റ്റ്, അയാളുടെ സ്കിൽസ്, എബിലിറ്റീസ്, ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് ഒരു നമുക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന രീതികളെന്ന് പറയുന്നത്: റെസ്യൂമെ, കരിക്കുലം വിറ്റൈ ആൻഡ് ബയോഡേറ്റ. നെക്സ്റ്റ്, റൈറ്റിംഗ് എ CV. Writing a curriculum vitae is very crucial for a job aspirant. One has to master the technique of writing the perfect CV. A CV should always be attached with a covering letter. ഒരു ജോബ് ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കരിക്കുലം വിറ്റൈ പ്രിപ്പയർ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്ക് അയാൾക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല, നമ്മളൊരു CV പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മളതൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം അറ്റാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് എ കവറിംഗ് ലെറ്റർ. കവറിംഗ് ലെറ്റർ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ, ഒരു ഫോമൽ ലെറ്റർ ആണ്. നമ്മൾ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്ത് അത് മാത്രമല്ല നമ്മൾ അയക്കുന്നത്, അതിൻ്റെ ഒപ്പം ഒരു ലെറ്റർ കൂടെ നമ്മൾ എഴുതാറുണ്ട്. നമ്മൾ ഏത് കമ്പനിക്കാണോ ആർക്കാണോ നമ്മൾ കത്തയക്കുന്നത് അയാൾക്ക് അഡ്രസ്സ് ചെയ്ത്, ആ കമ്പനിക്ക് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മളൊരു കത്തെഴുതുന്നു. അതായത് നമ്മളൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറിയൊരു ലെറ്റർ കൂടെ വയ്ക്കുന്നുണ്ട്. ഈ ലെറ്ററിനെയാണ് കവറിംഗ് ലെറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നമ്മൾ എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കരിക്കുലം വിറ്റൈ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നാലും നമ്മൾ എഴുതുമ്പോൾ കരിക്കുലം വിറ്റൈ എഴുതുക, ഒപ്പം ഒരു കവറിംഗ് ലെറ്ററും എഴുതുക. രണ്ടും ഒരുമിച്ച് വേണം എക്സാമിനാണെങ്കിലും എഴുതാനായിട്ട്. ദെൻ ബി ഫെമിലിയർ വിത്ത് ദ ഫോം ഓഫ് എ CV ആൻഡ് റിമെമ്പർ ടു ചെക്ക് ദ ഫോളോയിങ് തിങ്സ്. താഴെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എ CV ഹാസ് ടു ബി ആൾട്ടേർഡ് അക്കോർഡിംഗ് ടു ദ ജോബ് ദാറ്റ് യു ആർ പ്ലാനിങ് ടു അപ്ലൈ ഫോർ. ഇറ്റ് ഹാസ് ടു ബി കെപ്റ്റ് സിമ്പിൾ ആൻഡ് യൂസ് ആക്റ്റീവ് വോയിസ് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് വേണം കരിക്കുലം വിറ്റൈ എഴുതാനായിട്ട്. അതിനനുസരിച്ച് നമ്മളതിനെ ആൾട്ടർ ചെയ്യുക. മാത്രമല്ല, കരിക്കുലം വിറ്റൈ എഴുതുമ്പോൾ എപ്പോഴും ആക്റ്റീവ് വോയിസ് നമ്മൾ എഴുതുമ്പോൾ ആക്റ്റീവ് വോയിസ് മാത്രമേ എഴുതാവൂ. പാസീവ് വോയിസ് അതിനകത്ത് എഴുതേണ്ട ആവശ്യമില്ല, അത് ഇൻക്ലൂഡ് ചെയ്യരുത്. ആക്റ്റീവ് വോയിസിൽ വരുന്ന സെൻറ്റൻസുകൾ മാത്രം നമ്മൾ എഴുതുക. ഇൻക്ലൂഡ് ഓൾ ദ വൈറ്റൽ ഇൻഫർമേഷൻ ലൈക്ക് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, വർക്ക് എക്സ്പീരിയൻസ്, അച്ചീവ്മെൻറ്റ്സ് ആൻഡ് സോ ഓൺ. ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഏത് റെസ്യൂമേലും CV ആണെങ്കിലും നമ്മൾ എഴുതുമ്പോൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇത്തരം കാര്യങ്ങളാണ്. അതായത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കണമെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് വയ്ക്കുക. ദെൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് വയ്ക്കുക. അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ്, അച്ചീവ്മെൻറ്റ്സും ഇതെല്ലാം അതിന് ശേഷം വയ്ക്കേണ്ടതാണ്. മേക്ക് ഷുവർ ടു ചെക്ക് ദ CV ഫോർ ഫാക്ച്വൽ എറേഴ്സ്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഓർ ടൈപ്പോഗ്രഫിക്കൽ എറേഴ്സ്. വൺ ക്യാൻ ഓൾസോ സീക്ക് ദ ഹെൽപ്പ് ഓഫ് എ ഫ്രണ്ട് ഇൻ ചെക്കിംഗ് ഫോർ എറേഴ്സ്. മാത്രമല്ല, അതിനകത്ത് വരുന്ന എറേഴ്സ് ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ ടൈപ്പ് ചെയ്തെങ്കിൽ എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടോ, മീൻസ് തെറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഗ്രാമർ മിസ്റ്റേക്സ്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ടൈപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും മാറി അങ്ങനെ വന്നിട്ടുണ്ടോ, എറേഴ്സ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ വേറെ ആളെ കൊണ്ടുകൂടെ ചെക്ക് ചെയ്യിക്കുക. കാരണം ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ, നോട്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇംപ്രഷൻ ഒരുപാട് കുറഞ്ഞു പോകും. എ CV must not exceed 2 or 3 pages. It should be neatly typed on one side of the paper. ഒരിക്കലും 2-3 പേജിൽ കൂടരുത്
മാക്സിമം 3 പേജ് അത്രയൊക്കെ തന്നെ മതിയാകും. പിന്നെ അതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കുമ്പോൾ ഒരു പേപ്പറിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് പ്രിൻ്റ് എടുക്കാൻ പാടുള്ളൂ. You should have at least 2 references. Give names, addresses and contact details of distinguished persons who will vouch for your skills and character. നമ്മൾ കരിക്കുലം വിറ്റ് എഴുതുമ്പോൾ ലാസ്റ്റ് വയ്ക്കുന്നതാണ് റെഫറൻസ്. 2 പേരുടെ പേര് വയ്ക്കുക, പേരും അഡ്രസ്സും വയ്ക്കുക. ഗിവ് നെയിംസ് ആൻഡ് അഡ്രസ് ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺസ്. അപ്പോൾ ഏതെങ്കിലും 2 പേരുടെ പേരും അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസ് അല്ല വയ്ക്കേണ്ടത്. വളരെ ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള 2 പേരുടെ പേരും അഡ്രസ്സും വയ്ക്കുക. അതായത് അവർക്ക് നമ്മളെക്കുറിച്ച് അറിയാമായിരിക്കണം. അപ്പോൾ അവരോട് ചോദിച്ചാൽ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചും നമ്മുടെ സ്കില്ലിനെ കുറിച്ചും അവർക്ക് പറയാനായിട്ട് കഴിയണം. ഓണസ്റ്റായിട്ട് ട്രൂ ആയിട്ട് പറയാനായിട്ട് കഴിയണം. അങ്ങനെയുള്ള 2 പേരുടെ അഡ്രസ്സ് വയ്ക്കുക. അപ്പോൾ റെഫറൻസ് എന്താണെന്നുള്ളത് എക്സാമിന് ചോദിക്കാം. അപ്പോൾ 2 പേരുടെ അഡ്രസ്സാണ് പറയുന്നത്. നമ്മളെ പരിചയമുള്ള ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാവരും വയ്ക്കുന്നത് നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഹെഡോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും കൂടുതൽ പേര് വയ്ക്കുന്നത്. ഫോമാറ്റ് ഈസ് ആസ് ഫോളോസ്. ഒരു റെസ്യൂമയുടെ ഫോമാറ്റ് ഇങ്ങനെയാണ്, നോക്കാം. ഫസ്റ്റ് നെയിം, പേര് വയ്ക്കുക. ദെൻ ഹോം അഡ്രസ്, മൊബൈൽ ഫോൺ, ഇമെയിൽ. എല്ലാ സമയത്തും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പേരും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ ഡീറ്റെയിൽസും ആദ്യമേ വയ്ക്കുക. വീട്ടുപേര്, ഫോൺ നമ്പർ, അതുപോലെ ഇമെയിൽ. അതിനുശേഷം ഒബ്ജക്റ്റീവ്. നമ്മൾ എന്തിനാണ് ഈ റെസ്യൂമെ എഴുതുന്നത്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ശരിക്കും എന്ന് പറയുന്നത് ഒരു നല്ല ജോലി കിട്ടുക, സാലറി കിട്ടുക, അതൊക്കെ കൂടുതൽ പേരുടെ ഒബ്ജക്റ്റീവ്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് വയ്ക്കുമ്പോഴേക്കും നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യാനും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലായിരിക്കും നമ്മൾ ഒബ്ജക്റ്റീവ് വയ്ക്കുന്നത്. ഓക്കെ, അവരെ ഇമ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ഒബ്ജക്റ്റീവ് നമ്മൾ എപ്പോഴും എഴുതാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് പ്രൊഫൈലാണ്. പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻസ് ഇത് ഇൻ ക്രോണോളജിക്കൽ ഓർ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് വയ്ക്കുക. അതായത് ഒന്നുകിൽ നമ്മുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ വയ്ക്കുക, അല്ലെങ്കിൽ റിവേഴ്സിൽ വയ്ക്കാം. എങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റിവേഴ്സിലാണ്. അതായത് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് ആദ്യം വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിലോട്ട് വയ്ക്കാം. ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ആദ്യം അത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് വയ്ക്കുക. അതിനുശേഷം ഹയർ സെക്കൻഡറി ആണെങ്കിൽ അത്, ആ ഒരു രീതിയിൽ ബാക്കിലോട്ടാണ് വയ്ക്കേണ്ടത്. ദെൻ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു അവാർഡുകളോ, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഒരു സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്തു, അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വയ്ക്കും. പ്രോജക്ട്സ്, നമ്മളേതെങ്കിലും പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിലൊരു ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു ടീം വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കതിനകത്ത് മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഏതൊക്കെയാണ്. പക്ഷേ അവർക്ക് ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ അതാണെങ്കിൽ അവർക്ക് ടീച്ചിങ് വയ്ക്കാം. അപ്പോൾ ഏതാണ് നമ്മുടെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പ് വർക്കോ ഏതെങ്കിലും ടീം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ റോൾ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ചെയ്ത കാര്യം എന്തായിരുന്നു, നമുക്കതും മെൻഷൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പേഴ്സണൽ പ്രൊഫൈൽ വയ്ക്കുന്നത്. നമ്മൾ പേഴ്സണൽ പ്രൊഫൈൽ കരിക്കുലം വെറ്റുകയാണെങ്കിലും റെസ്യൂമെ ആണെങ്കിലും ഏറ്റവും അവസാനമാണ് വയ്ക്കുന്നത്. അതിനകത്ത് വരുന്നത് ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഹോബീസ്, നമ്മുടെ നാഷണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പേഴ്സണൽ പ്രൊഫൈലിനകത്ത് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വയ്ക്കാവുന്നതാണ്. നമ്മൾ ഹോബി എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ട് കാണരുത്. ഹോബി നമ്മൾ എപ്പോഴും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് കാണുക. കാരണം അതിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, വെറുതെ ഉറങ്ങിയാണോ അതോ വെറുതെ TV കൊണ്ട് സമയം കളയാണോ എന്നുള്ളതൊക്കെ അതിനകത്ത് അവർ നോക്കും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ വളരെ ആക്റ്റീവായിട്ട്, വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഹോബിയായിട്ട് എടുക്കാം. ഓക്കെ, എന്തെങ്കിലും ക്രാഫ്റ്റ്, ആർട്ട്, ഇതുപോലൊക്കെ ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്, അതിൻ്റെ കളക്ഷൻസ്. അപ്പം നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത് കാണിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ടാണ് റെഫറൻസ് വരുന്നത്. അത് 2 പേരുടെ പേര്, അഡ്രസ്സ്, അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഇമെയിൽ ID വയ്ക്കാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ 2 ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരും അഡ്രസ്സുമാണ് വയ്ക്കാനുള്ളത്. അതിന് താഴെയായിട്ട് ഒരു മോഡൽ റെസ്യൂമെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് അഡ്രസ്സാണ്, മൊബൈൽ നമ്പറുണ്ട്, ഇമെയിൽ ID ഉണ്ട്. ഓക്കെ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ, പേര് കൂടെ എഴുതുക, അത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അതിനുശേഷം ഒബ്ജക്റ്റീവ്,
എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ടു വർക്ക് ഹാർഡ് ആൻഡ് ഗീവ് ദ ബെസ്റ്റ് ഓഫ് മൈ പെർഫോമൻസ് ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഏതൊരു റെസ്യൂമേക്കകത്ത് വയ്ക്കാവുന്ന ടൈപ്പ് ഒരു സെൻറ്റൻസ് ആണിത്. ഓക്കെ, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഒരു ബെസ്റ്റ് ഞാൻ പെർഫോം ചെയ്യും എന്നുള്ളത്, അത് നമ്മുടെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. അതിനുശേഷമാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് MA ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏത് സബ്ജക്റ്റിലാണെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഇയർ ഓഫ് സ്റ്റഡി, നമ്മൾ ഏത് വർഷം 2018 to 20, നമുക്കതൊരു കോമയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു ഹൈഫനിട്ടിട്ട് എഴുതാം. ഏത് കോളേജിലാണ് പഠിച്ചത് അത് നമുക്ക് കോമയിട്ടോ ഹൈഫനിട്ടോ നമുക്ക് അവിടെ എഴുതാം. ഏത് യൂണിവേഴ്സിറ്റിയാണ് അതും മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ബ്രാക്കറ്റിനകത്തോ അല്ലെങ്കിൽ ഹൈഫനിട്ടിട്ടോ നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഓഫ് മാർക്ക്, ഇതൊന്നും നമ്മളൊന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇതുപോലെ കോമയിട്ട് എഴുതിയാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇയർ ഓഫ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചതെന്നാണ് ഉദ്ദേശിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണെന്നുള്ളത്, നമ്മുടെ പെർസെൻറ്റേജ് മാർക്കാണ് അതെന്നുള്ളതൊക്കെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ഇതൊന്നും ഓരോന്നായിട്ടും സെൻറ്റൻസ് ആക്കി എഴുതേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് സെലക്റ്റഡ് ആസ് ദ ബെസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്പീക്കർ ഇൻ ദ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ 2017-18. ഓക്കെ, രണ്ടാമത്തേത് പ്രസൻറ്റഡ് ദ ബെസ്റ്റ് പേപ്പർ ഫോർ സ്റ്റുഡൻസ് സെമിനാർ കണ്ടക്റ്റഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓൺ ഗ്രീൻ ലിറ്ററേച്ചർ. ഇപ്പോൾ 2 അച്ചീവ്മെൻ്റ് ഉണ്ട്, 2 എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് എഴുതാൻ ഇല്ലാത്തവർ ആ ഒരു കോളമേ എഴുതണ്ട. നെക്സ്റ്റ് ലീഡർഷിപ്പ്, ദ സബ്ജക്ട് സൊസൈറ്റി ആൻഡ് ദ യൂത്ത് NCC NSS. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും നമുക്കുണ്ടെങ്കിൽ അതൊക്കെ എഴുതാവുന്നതാണ്. ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ടീച്ചിങ്, ജേർണലിസം, 2 പിന്നെ അതിന് ശേഷമാണ് പേഴ്സണൽ പ്രൊഫൈൽ വരുന്നത്, ഫാദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ. ദെൻ ഹോബീസ് പറയുന്നുണ്ട്, റീഡിങ്, ഡാൻസിങ്, പെയിൻറ്റിങ്, ലിസണിങ് ടു മ്യൂസിക്, എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് ഹോബീസ് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. വളരെ നമുക്കത് അതിനെപ്പറ്റി ചോദിച്ചാലും നമുക്ക് ആൻസേഴ്സ് പറയാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. വെറുതെ എന്തെങ്കിലും പറയരുത്. നമുക്ക് അതിനകത്ത് താല്പര്യം ഉണ്ടാകുന്ന കാര്യം മാത്രമേ നമ്മൾ ഹോബിയായിട്ട് എഴുതാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴേക്കും ഹോബി ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ റെഫറൻസ്, 2 പേരുടെ അഡ്രസ്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 2 അസോസിയേറ്റ് പ്രൊഫസേഴ്സിൻ്റെ പേരും അഡ്രസ്സും കൂടെ വെച്ചിട്ടുള്ളത്. A covering letter in the form of a business letter should be part of your application. If you are responding to an advertisement, mention it in the subject line. മാത്രമല്ല ഇങ്ങനൊരു നമ്മളൊരു കരിക്കുലം വിറ്റ് എഴുതിയതിന് ശേഷം ഉറപ്പായിട്ട് ഒരു കവറിംഗ് ലെറ്റർ കൂടെ, ഒരു ബിസിനസ് ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ ഒരു കവറിംഗ് ലെറ്റർ കൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അയക്കുക. ഇനി നിങ്ങളൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് എഴുതുന്നുണ്ടെങ്കിൽ അതുകൂടെ സബ്ജക്റ്റ് ലൈനകത്ത് എഴുതാവുന്നതാണ്. Next, blogging. A blog is a shortened version of the term weblog. It is an online journal or informational website. It is a platform where a writer or a group of writers share their views. വെബ്ലോഗ് എന്നുള്ളതിൻ്റെ ഷോർട്ടൻഡ് വേർഷനാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. അതൊരു ഓൺലൈൻ ജേർണലാണ്, അതൊരു ഇൻഫർമേഷണൽ വെബ്സൈറ്റാണ്. അതായത് ഒരു റൈറ്റർക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനോ അവരുടെ ഇൻഫർമേഷൻ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ബ്ലോഗ് എന്ന് പറയുന്നത്. ബ്ലോഗ്സ് ഹാവ് എ കോമൺ സ്ട്രക്ചർ, എ ഹെഡർ, മെയിൻ കണ്ടൻറ് ഏരിയ, എ സൈഡ് ബാർ ആൻഡ് എ ഫൂട്ടർ. ഇത്രയുമാണ് ഒരു ബ്ലോഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ഹെഡർ, ഒരു മെയിൻ കണ്ടൻറ് ഏരിയ, ഒരു സൈഡ് ബാർ ആൻഡ് എ ഫൂട്ടർ. ഹെഡർ വിൽ ഹാവ് ദ മെനു, സൈഡ് ബാർ വിൽ ഹാവ് സോഷ്യൽ പ്രൊഫൈൽസ് ആൻഡ് സിമിലർ കണ്ടൻറ്. Footer will have information like disclaimer, privacy policy and contact page. ഓക്കെ, ഓരോന്നിലും ഹെഡറിലാണെങ്കിൽ അതിനകത്ത് മെനു ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സൈഡ് ബാറിലാണെങ്കിൽ സോഷ്യൽ പ്രൊഫൈൽസും ഇതിന് സിമിലർ ആയിട്ടുള്ള പേജ് കണ്ടൻറ്റും ഉണ്ടായിരിക്കും. ഫൂട്ടർ ലൈനിലാണ് ഡിസ്ക്ലൈമറും പ്രൈവസി പോളിസി, കോൺടാക്ട് പേജ് ഇതൊക്കെ വരുന്നത്. ബ്ലോഗിംഗ് is the many skills required to run and control a blog. A blogging platform is a type of software or service that is used to create a blog so that content can be published online. നമുക്ക് ഓൺലൈനായിട്ട് കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലോഗിംഗ് എന്നത്. The first blogging platform, Links.net, was created by Justin Hall in 1994. Some of the popular blogging platforms are WordPress, Blogger and Medium. ഫസ്റ്റ് ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് Links.net ആണ്. അത് ക്രിയേറ്റ് ചെയ്തത് ജസ്റ്റിൻ ഹോളാണ്. മാത്രമല്ല കൂടുതൽ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്.
WordPress, Blogger, Medium, etc. How is a blog different from a website? എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, ഒരു വെബ്സൈറ്റുമായിട്ട് എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു? അത് ചോദിക്കാം, ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. ബ്ലോഗ്സ് ആർ റെഗുലർലി അപ്ഡേറ്റഡ്, encourage reader engagement, and often have key elements like publishing data, author references, categories and tags within the byline. ബ്ലോഗ്സ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് പോലെ ഇത് റെഗുലർലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല അത് റീഡറിനെ എൻഗേജ് ചെയ്യാനായിട്ട് അത് എൻകറേജ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് പബ്ലിഷിംഗ് ഡേറ്റ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ഓതർ റെഫറൻസ്, കാറ്റഗറീസ്, പിന്നെ ടാഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈലൈനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇത്രയാണ് ബ്ലോഗിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ഒരു മൊഡ്യൂളിനകത്ത് പഠിച്ചത് റൈറ്റിംഗ് സ്കിൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. റൈറ്റിംഗ് സ്കിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്തു. ലെറ്റേഴ്സ്, ഇമെയിൽ, റിപ്പോർട്ട്സ്, മിനിറ്റ്സ്, മെമ്മോ, അതുപോലെ കരിക്കുലം വിറ്റൈ അല്ലെങ്കിൽ റെസ്യൂമെ, അതുപോലെ തന്നെ ലാസ്റ്റ് ബ്ലോഗിങ്. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.